പറയുന്നത് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളും അതിൻ്റെ വരവുകളും ചെലവുകളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഇതുവരെ കാര്യമായി ചർച്ച നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിനെ വിലയിരുത്തിക്കൊണ്ട് ജോൺ എച്ച് വില്യംസിൻ്റെ ഒരു വാക്ക് മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധരുടെ അസ്ഥിരതയ്ക്ക് സമാനമാണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ അസ്ഥിരത. ജോൺ എച്ച് വില്യംസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ടിങ്ങാണ്. സാമ്പത്തിക വിദഗ്ധരുടെ അസ്ഥിരതയ്ക്ക് സമാനമാണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ അസ്ഥിരത. അതുമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കാം. ഇസ്ലാമിക് ഫൈനാൻസ് ഇൻ കേരള എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് വിഷയങ്ങൾ, കേരളത്തിൽ ഇസ്ലാമിക് ഫൈനാൻസിനെ വല്ലാതെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ആഗോളതലത്തിലുള്ള ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ 2008 സെപ്റ്റംബറിൽ നടന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം അമേരിക്കയിൽ നിരന്തരമായി ബാങ്കുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട വർഷം 25 ബാങ്കുകളാണ് അമേരിക്കയിൽ മാത്രം തകർന്നിട്ടുള്ളത്. തൊട്ടടുത്ത വർഷം 2009 140 ബാങ്കുകൾ അമേരിക്കയിൽ തകർന്നു. 2010 കണക്കുകൾ കൃത്യമായി വന്നിട്ടില്ലെങ്കിലും FDICയുടെ കണക്ക് പ്രകാരം അതിലും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു അമേരിക്കയിലെ മാത്രം ബാങ്കുകളുടെ കണക്കാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ആഗോള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും ചെറിയ തോതിലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും 2008 സെപ്റ്റംബറിൽ തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി തലോടി പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഒരുപാട് സാമ്പത്തിക നഷ്ടവും രാജ്യങ്ങൾക്ക് സാമ്പത്തിക അസ്ഥിരതയുമൊക്കെ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധിയായിരുന്നു. അതിൽ നിന്നാണ് ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ച് ലോകത്ത് കൂടുതൽ ചർച്ചകൾ വന്നു തുടങ്ങിയത്. ഇന്ന് ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ, അതായത് ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക് ഫൈനാൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇസ്ലാമിക് ഫൈനാൻസിന്റെ വ്യത്യസ്ത തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇസ്ലാമിക് ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിക് ഇൻഡെക്സ് നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയിലെ ഡൗ ജോൺസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്ലാമിക് ഫൈനാൻസിനെ എത്രത്തോളം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം ഇവിടെ പരാമർശിച്ചത്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാര്യമായി 3 വിഷയങ്ങളാണ് ഇസ്ലാമിക് ഫിനാൻസ് ഇൻ കേരള എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ 3 വിഷയങ്ങളാണ് നമ്മൾ കാര്യമായി മുന്നോട്ട് വെക്കേണ്ടത്. ഒന്ന്, വാട്ട് ഈസ് ഇസ്ലാമിക് ഫിനാൻസ്? എന്താണ് ഇസ്ലാമിക് ഫിനാൻസ് എന്നുള്ള കേരള ജനതയ്ക്ക് കാര്യമായി പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്താം. രണ്ടാമത്, ലീഗൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്. ഇന്ത്യയിലെ ഫൈനാൻസ് നിയമങ്ങളിൽ ഇസ്ലാമിക് ഫിനാൻസിനുള്ള പ്രയാസങ്ങൾ, എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, ഏതൊക്കെ തരത്തിൽ അതിനെ മറികടക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും കുറച്ച് പറയാം. പിന്നെ കേരളത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ സാധ്യതകൾ കേരളത്തിലുണ്ട് എന്നുള്ള 3 വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ഇസ്ലാമിക് ഫിനാൻസ്? ഇസ്ലാമിക് ഫിനാൻസിന്റെ കാര്യമായ വിഷയം, ഇസ്ലാമിക് ഫിനാൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പലർക്കും സംശയമുള്ള വിഷയമാണ്. പലിശ രഹിതമാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും അതിനെക്കുറിച്ചുള്ള ഏക ധാരണ. ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പലിശ രഹിതമാണ്. അതിനപ്പുറം ധാരണ പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. അഥവാ ഇസ്ലാമിക് ഫൈനാൻസ് ഉദ്ദേശിക്കുന്നത് പലിശ മുക്തമായ രീതിയിൽ, അതുപോലെ മദ്യം പോലുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ ചൂതാട്ടം, നേരത്തെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ചൂതാട്ടം, ലോട്ടറി എന്നുള്ളതിന് ഞാൻ മുമ്പേ എതിരാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ ഇസ്ലാമിക് ഫൈനാൻസ് ഒരുപാട് മുന്നേ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ചൂതാട്ടം, ഒന്ന് മദ്യം,
ഒന്ന് പലിശ. ഇത് മൂന്നും പ്രധാനമായി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രംഗങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം അവതരിപ്പിക്കുകയാണ് ഇസ്ലാമിക് ഫൈനാൻസ് ലോകത്തോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ സ്വീകരണം ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ അതിന് കിട്ടിയിട്ടുമുണ്ട്. ഇതിനെ ഒന്ന് ചുരുക്കത്തിൽ ഇസ്ലാമിക് ഫിനാൻസ് എന്നുള്ളത് അതിന്റെ പേരിൽ ഇസ്ലാം ഉള്ളത് കൊണ്ടല്ല പൊതുവായിട്ട് നമ്മുടെ നാട്ടിലുള്ള കാരണം മുസ്ലിങ്ങൾക്കായി നടത്തുന്ന സ്ഥാപനമാണ്. അതിന്റെ ശരിയ ബോർഡ് അഥവാ അതിന്റെ നിയമങ്ങൾ ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് പറയാൻ മാത്രം, അല്ലെങ്കിൽ അതിൽ ഇസ്ലാമിക വിരുദ്ധത പറഞ്ഞ മദ്യം, ചൂതാട്ടം, പലിശ പോലുള്ള വിഷയങ്ങൾ, ഊഹക്കച്ചവടം പോലുള്ള വിഷയങ്ങൾ തടയാൻ വേണ്ടി ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ ഒരു പണ്ഡിത ബോഡി ഉണ്ടാവും. അവരായിരിക്കും അതിന്റെ ഉൽപ്പന്നങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിർണ്ണയിക്കുന്നത്. അതിലുപരി ആർക്കും ഇസ്ലാമിക് ഫിനാൻസ് നടത്തുവാനും ആർക്കും അതിന്റെ ഉപഭോക്താവായി തീരുവാനുമുള്ള അവസരം ഇസ്ലാമിക് ഫിനാൻസ് നൽകുന്നത്. ഇനി ഇതിന്റെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ പ്രോഡക്ട്സിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന് മുശാറക്ക. എങ്ങനെയാണ് പലിശരഹിതമായ ഒരു സംരംഭം മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഒന്നാമത്തെ ചോദ്യം. മുശാറക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ പാർട്ട്ണർഷിപ്പ്, അതിന്റെ അറബി ടേമാണ് മുശാറക്ക എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ കസ്റ്റമറും കൂടെ പണമിറക്കുകയും ഏതെങ്കിലും ബിസിനസ്സിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യുകയും ലാഭം രണ്ടുപേരും പങ്കിടുകയും ചെയ്യുന്ന സിസ്റ്റമാണ് മുശാറക്ക എന്ന് പറയുന്നത്. രണ്ടാമത്തത് മുലാറബയും അറബിക് ടേമാണ്. അതിന്റെ ഉദ്ദേശം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പണമിറക്കുകയും ഒരു എന്റർപ്രണർ അദ്ദേഹത്തിന്റെ അധ്വാനം ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു സംരംഭം നടത്തുകയും അതിന്റെ പ്രോഫിറ്റിൽ ആദ്യമേ നിശ്ചയിച്ച വിഹിത പ്രകാരം 50-50 or 60-40 എന്നൊക്കെ തീരുമാനിക്കുന്ന വിഹിത പ്രകാരം പങ്കുവെക്കുകയും ചെയ്യും. ഇനി ഇവിടെ ലോസ് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അങ്ങനെ നടത്തുന്ന ബിസിനസ്സിൽ ലോസ് വന്നാൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ പണവും എന്റർപ്രണർക്ക് അദ്ദേഹത്തിന്റെ അധ്വാനവും നഷ്ടപ്പെടും. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്റർപ്രണർക്ക് പ്രത്യേകിച്ച് ശമ്പളം നൽകുന്നതായിരിക്കില്ല. കുറച്ച് ഉദാഹരണമാണ് പറഞ്ഞത്. മൂന്നാമത് മുറാബഹ. അതും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കച്ചവട സിസ്റ്റം തന്നെയാണ്. അഥവാ എറണാകുളം ടൗണിലെ ഒരു ഹോൾസെയിലറുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഒരു നാട്ടിൻ പ്രദേശത്ത് കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന വ്യക്തി അവിടുന്ന് 600 രൂപക്ക് വാങ്ങുന്ന ഒരു ചാക്കരി അത് കൊണ്ടുപോയി വിൽക്കുന്നത് 650 രൂപക്കായി, വില 630 രൂപക്കായി. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷമാണ് വിൽക്കുന്നത്. അതേപോലെ ഇസ്ലാമിക് ഫൈനാൻസും ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് ബൾക്കായി വാങ്ങുന്ന സാധനം ജനങ്ങൾക്ക് അവരുടെ പ്രോഫിറ്റും കൂടെ നിശ്ചയിച്ചതിന് ശേഷം വിതരണം ചെയ്യുന്ന സിസ്റ്റമാണ് മുറാബഹ. എന്നാൽ അടുത്തത് ഇജാറ എന്നാണ് സാധാരണ നമ്മുടെ വാടക കൊടുക്കുന്ന സിസ്റ്റം. ഇതും ഇസ്ലാമിക് ഫൈനാൻസ് ഉപയോഗപ്പെടുത്തി. അവസാനത്തത് കർദ് ഹസൻ എന്നുള്ളതും അറബിക് ടേമാണ്. നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് കേരളത്തിലുള്ള ആളുകളുടെ ധാരണ കർദ് ഹസൻ മാത്രമാണ് ഇസ്ലാമിക് ഫിനാൻസ് എന്നത്. കർദ് ഹസൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പണം ആവശ്യമായ ആൾക്ക് പണം നൽകുകയും എന്നിട്ട് അതേ പണം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന സിസ്റ്റം. 3 വർഷത്തേക്ക് കടം നൽകുക, അത് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വാങ്ങുക എന്നുള്ള സിസ്റ്റമാണ് കർദ് ഹസൻ എന്ന് പറയുന്നത്. അതൊരു ചാരിറ്റി ആയിട്ട് തന്നെയാണ് ഇസ്ലാമിക് ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അതിന്റെ വിശാലമായ തലങ്ങൾ പല വെറൈറ്റീസ് ആയിട്ടുണ്ട്. അടിസ്ഥാനങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് ഇസ്ലാമിക് ബാങ്ക്, നമുക്ക് അറിയാവുന്ന ഇസ്ലാമിക് ബാങ്ക്. രണ്ടാമത് ഇസ്ലാമിക് ഇൻഷുറൻസ്. മൂന്നാമത് ഇസ്ലാമിക് മ്യൂച്വൽ ഫണ്ട്സ്, ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, ഇസ്ലാമിക് മോർഗേജ് കമ്പനീസ്, മുലാറബ കമ്പനീസ്, ഇന്റർനാഷണൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇത്രയും സ്ഥാപനങ്ങളാണ് പ്രധാനമായി ലോകത്ത് ഇന്ന് ഇസ്ലാമിക് ഫിനാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ നിയമപരമായ പ്രശ്നം കൂടെ കേരളത്തിന്റെ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
ഇതിന്റെ നിയമപരമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിനായിട്ട് സാമ്പത്തിക നിയമങ്ങൾ വളരെ കുറഞ്ഞത് മാത്രമേ ഉണ്ടാവൂ. ചില ഗവൺമെന്റിന്റെ ചില സാമ്പത്തിക തീരുമാനങ്ങൾ, അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ മൊത്തം നിയമങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇസ്ലാമിക് ഫൈനാൻസിനെ സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ കാര്യമായ ബാങ്കിംഗ് നിയമങ്ങളാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1961. ഇനി അതിൽ കാര്യമായ തടസ്സം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 അതിലുള്ള ചില സെഷനുകളാണ് നമുക്ക് ഇസ്ലാമിക് ഫൈനാൻസിന് കടന്നു വരുവാനുള്ള തടസ്സമായി നിൽക്കുന്നത്. അതിലൊന്ന് സെക്ഷൻ 5B and C, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ്. നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ഫൈനാൻസിന്റെ മുഷാറക്ക എന്നുള്ള സിസ്റ്റമാണ്. പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന സിസ്റ്റം നടത്തുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം നടത്തുവാനുള്ള പ്രയാസമുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ 8, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ബാങ്കുകൾക്ക് സ്വന്തമായി സാധനം വാങ്ങുക എന്നിട്ട് അത് വിൽക്കുക എന്നുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ബാങ്കുകൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർ ഏതെങ്കിലും സാധനം വാങ്ങി വിൽക്കുന്ന നമുക്ക് കാണില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സാധാരണ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് പിന്നെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന സിസ്റ്റമൊക്കെ ഇസ്ലാമിക് ബാങ്കുകൾ നടത്തി വരുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ നടത്തുവാൻ സെക്ഷൻ 8 പ്രകാരം പ്രയാസമുണ്ട്. സെക്ഷൻ 9, ഓൺഡ് പ്രോപ്പർട്ടി. ബാങ്കുകൾക്ക് ഇന്ന് പിന്നെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള അവകാശം ബാങ്ക് നിലനിൽക്കുന്ന കെട്ടിടവും അതിന്റെ സ്ഥലവും മാത്രമാണ്. ബാങ്ക് നിലനിൽക്കുന്ന കെട്ടിടം, അതിന്റെ സ്ഥലവും അതിന്റെ സാമഗ്രികളും മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് ഒരു ബിൽഡിംഗ് എടുത്തിടുക, അത് റെന്റിന് കൊടുക്കുക, ഇങ്ങനെയുള്ള സംവിധാനമൊന്നും ബാങ്കുകൾക്ക് ഇന്ന് നിലവിലില്ല. നേരെ മറിച്ച് ഇസ്ലാമിക് ഫൈനാൻസിലെ ഇജാറ എന്ന് പറയുന്ന സിസ്റ്റം കാര്യമായി കേന്ദ്രീകരിക്കുന്നത് ബാങ്ക് സ്വന്തമായി പ്രോപ്പർട്ടികൾ ഓൺ ചെയ്യുകയും അത് ബാക്കിയുള്ളവർക്ക് റെന്റിന് കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കി തീർക്കുന്ന രീതിയാണ് ഇജാറ സിസ്റ്റം. ആ സിസ്റ്റം നടത്തുവാനും ഇന്ത്യയിലെ സെക്ഷൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 9 പ്രകാരം തടസ്സമുണ്ട്. അതുപോലെ സെക്ഷൻ 21, ഇൻട്രസ്റ്റിന്റെ വിഷയത്തിൽ കാര്യമായി നേരിടുന്ന ഒരു പ്രതിസന്ധി നമ്മൾ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്തുള്ള AICL റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു, നമുക്ക് പലിശരഹിതമായ രീതിയിൽ ഞങ്ങൾ ആളുകളിൽ നിന്ന് കടം വാങ്ങാം, എന്നിട്ടത് ആളുകൾക്ക് പ്രോഫിറ്റ് അനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് വിതരണം ചെയ്യാം, ലോസാണ് ലോസ് ഷെയർ ചെയ്യാം, മിക്കവാറും പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യും, ലോസ് ആണ് ലോസ് ഷെയർ ചെയ്യും. അതിന് ഞങ്ങളുടെ കസ്റ്റമേഴ്സും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളത് മിനിമം 6% പലിശ നിങ്ങൾ ഉറപ്പു നൽകണം. ഇസ്ലാമിൽ പലിശ നിഷിദ്ധമായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് 6% പലിശയെങ്കിലും ഉറപ്പല്ലാതെ റിസർവ് ബാങ്ക് പറഞ്ഞത് ശരിയാണ്. അഥവാ കസ്റ്റമേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കണം. 6% പലിശ ഉറപ്പ് നൽകുന്നില്ല, നിങ്ങളെന്തെങ്കിലും തട്ടിപ്പ് നടത്തി കണക്കുകളിൽ കൃത്രിമം കാണിച്ച് ലോസാണെന്ന് കാണിച്ച് അവർക്ക് നഷ്ടം വിതരണം ചെയ്യുന്ന സിസ്റ്റം പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യം സംരക്ഷിക്കണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് 6% മിനിമം നിങ്ങൾ ഉറപ്പ് വരികയാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അനുവദിച്ച് നൽകുള്ളൂ ആണ് അവരുടെ മറുപടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സെക്ഷൻ 21 പ്രകാരം ഇൻട്രസ്റ്റ് കൊടുക്കണം, 6% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് നിയമം. ഇനി അടുത്തത് എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ നമുക്ക് വേറെ പല നിയമങ്ങളും വെച്ച് ഇന്ത്യയിൽ തന്നെയുള്ള പല നിയമങ്ങളും വെച്ച് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല രീതിയിൽ നടത്തുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിലുള്ള കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റില്ല. നേരെ മറിച്ച് 2 3 അല്ലെങ്കിൽ അതിലധികമോ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് നടത്തുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 2 3 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് സ്ഥാപനം നടത്താൻ പറ്റും. അതിന്റെ നിയമപ്രകാരം, അതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ
പലിശരഹിതമായ സംരംഭം നടത്തുവാനുള്ള നിയമപരമായ സൗകര്യം നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകയെ ആന്ധ്രയൊക്കെ വേണേൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു സംരംഭം നടത്താൻ കഴിയും. അത് ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അൽഖൈർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആക്ട് പ്രകാരം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. പിന്നെയുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നോൺ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റിംഗ് NBFC, ഡൊമസ്റ്റിക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് രജിസ്റ്റേർഡ് വിത്ത് സെബി, ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് രജിസ്റ്റേർഡ് വിത്ത് സെബി, ഇസ്ലാമിക് ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിലും ചെറിയൊരു പോയിന്റ് പറയാനുണ്ട്. ഇസ്ലാമിക് ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുമ്പോൾ നിയമപരമായുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ പങ്കാളികൾക്ക് മാത്രം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമേ ഇൻഷുറൻസ് നൽകുവാനുള്ള അധികാരമുള്ളൂ. അതിനുള്ള നിയമപരമായ പരിധികൾ. ഓപ്പൺ ഇസ്ലാമിക് വിൻഡോയിനെ കൺവെൻഷണൽ ബാങ്കിൽ ഇപ്പോൾ ഡൗ ജോൺസിനെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അമേരിക്കയിലെ ഡൗ ജോൺസിൽ ഇസ്ലാമിക് ഇൻഡെക്സ് ഇപ്പൊ നൽകി വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലുള്ള ബാങ്കുകളിൽ, നിലവിലുള്ള ബാങ്കുകളിൽ ഇസ്ലാമിക് വിൻഡോസ് ഓപ്പൺ ഇല്ല. പിന്നെ ശരിയ മ്യൂച്വൽ ഫണ്ട്സ്. ഇത്രയുമാണ് കേരളത്തിൽ ഇന്ന് ഇസ്ലാമിക് ഫൈനാൻസിങ്ങിന് നടത്തുവാൻ സൗകര്യമായിട്ടുള്ള അവസ്ഥകൾ. പിന്നെ അവസാനം കേരളത്തിലെ സാധ്യതകളെ കുറിച്ച് കുറച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളൊരു സ്ഥാപനമല്ല. കേരളത്തിലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിക് ഫൈനാൻസിന്റെ സിസ്റ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ആളുകളെയും നമുക്ക് ഇതിന്റെ കസ്റ്റമേഴ്സായിട്ട് കൊണ്ടുവരാൻ കഴിയും. അത് കടന്നു വന്നാലേ നമുക്ക് അതിനെ മനസ്സിലാക്കുകയും അതിലേക്ക് കസ്റ്റമേഴ്സായിട്ട് ആളുകൾ കടന്നു വരികയും ചെയ്യും. ഇപ്പോൾ ബ്രിട്ടനിൽ മാത്രം ഇസ്ലാമിക് ബാങ്കുകൾ, ബ്രിട്ടൻ ഇസ്ലാമിക് ബാങ്കിന്റെ ഫോട്ടോ നേരത്തെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കണ്ടിട്ടുണ്ടാവും. ബ്രിട്ടൻ ഇസ്ലാമിക് ബാങ്ക് പോലെ 5 വൻകിട ഇസ്ലാമിക് ബാങ്കുകൾ ബ്രിട്ടനിൽ നടന്നു വരുന്നുണ്ട്. ഇത് അവിടെ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, വളരെ മൈനോറിറ്റി മാത്രമാണ് ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ. അതുപോലെ അമേരിക്കയിലാണ് ഏറ്റവും നല്ല ഇസ്ലാമിക് ഇൻഡെക്സ് നൽകുന്നത്. അവിടെയും മൈനോറിറ്റീസ് ആണ് മുസ്ലിങ്ങൾ. എന്നിട്ട് പോലും ഇത് വിജയിക്കുന്നത് അതിന്റെ കസ്റ്റമേഴ്സിൽ ഒരുപാട് ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളും കടന്നു വരുന്നുണ്ടെന്നുള്ളത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ വൻതോതിലുള്ള കസ്റ്റമേഴ്സിന്റെ, മുസ്ലിങ്ങളല്ലാത്ത കസ്റ്റമേഴ്സിന്റെ വൻതോതിലുള്ള വർധനവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ കേരളത്തിൽ 25% മുസ്ലിങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് അവർ തന്നെയാണ് ഇസ്ലാമിക് ഫൈനാൻസിന്റെ കസ്റ്റമേഴ്സായിട്ട് കടന്നു വരിക. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ സ്വർണത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. സ്വർണത്തിന് അടിക്കടി പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് ഇപ്പം ഏറ്റവും എളുപ്പമായിട്ട് മുസ്ലിമിന്റെ മുന്നിലുള്ളത്. കാരണം പലിശ അധിഷ്ഠിതമായ ഒന്നിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഗോൾഡ് വാങ്ങിയിട്ടാൽ സ്വാഭാവികമായും അതിന്റെ വില കൂടുമ്പോൾ അത് ഉപയോഗിക്കുകയും ശേഷം വിൽപ്പനയും നടത്താമെന്നുള്ള രീതിയിൽ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് മുസ്ലിങ്ങളുടെ, കേരളത്തിലെ 25% വരുന്ന മുസ്ലിങ്ങളുടെ പണം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നർത്ഥം. ഗോൾഡ് കൊണ്ട് എന്താ ഉണ്ടാവുക? ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകാത്തൊരു സാധനം ഗോൾഡ് ഇങ്ങനെ വെക്കുക, പൈസ കൂടെ വെക്കുക എന്നല്ലാതെ ഗോൾഡ് ഒരു വർഷം ഗോൾഡിൽ ഒരു പൈസ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള പ്രൊഡക്ഷൻ നിലക്കുകയാണ് ചെയ്യുന്നത്. ആ പൈസ കൊണ്ട് നാട്ടിലുണ്ടാവേണ്ട അഭിവൃദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളിലൊന്നും നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ അത്തരം പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലും നിക്ഷേപിക്കാറുണ്ടായിരുന്നു കുറച്ച് മുന്നേ. പക്ഷെ പല തട്ടിപ്പ് സംരംഭങ്ങളും കേരളത്തിൽ വല്ലാതെ ഉണ്ടായിരുന്നു. മലബാർ മേഖലയിലൊക്കെ പല ആളുകളുടെയും സമ്പത്ത് ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലും നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോൾ ഗോൾഡ് തന്നെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. നേരെ മറിച്ച് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ കൊച്ചിയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന അൽബർക്ക അടക്കം മുസ്ലിങ്ങളിൽ നിന്ന് വൻതോതിൽ സാമ്പത്തികമായ
പണം അവരിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാതെ തിരിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇത് മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ 25% മിച്ചം വരുന്ന പണത്തെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ വരുന്നതോടുകൂടി കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ആളുകളും സ്വാഭാവികമായി പിന്നീട് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സമീപിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി ഞാൻ കുറച്ച് കേരളത്തിലെ കാര്യമായ മേഖലകളെ പോയിന്റിട്ട് എഴുതിയതാണ്. നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചർ, ട്രേഡ്, ഇൻഡസ്ട്രി, ടൂറിസം, ഹ്യൂമൻ റിസോഴ്സ്, സർവീസ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇത് കാര്യമായ കുറച്ച് പോയിന്റുകൾ ജസ്റ്റ് എഴുതിയതാണ്. നേരത്തെ ഇവിടെ കേരളത്തിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ പണം എന്തിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് ഇവിടെ ചെലവിനങ്ങളെക്കുറിച്ച് ഇവിടെ വിവരിക്കേണ്ടത്. അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കാനാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ ഒരു വലിയ വിഹിതം പലിശ ഇനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഇതൊക്കെ കഴിച്ചിട്ട് വളരെ ചുരുങ്ങിയ ഒരു പണം മാത്രമാണ് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വികസിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ, പണം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലായിരിക്കാം ഒരുപക്ഷെ ധനകാര്യ വകുപ്പ് ഈ അൽബർക്ക പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഇസ്ലാമിക് ഫൈനാൻസ് സ്ഥാപനങ്ങൾ അതിന് നിയമപരമായ അംഗീകാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരം നേരത്തെ പറഞ്ഞ കേരളത്തിൽ നടത്താൻ കഴിയുന്ന ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലായിടത്തും ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് വെറുതെ കിടക്കുന്ന സമ്പത്തുകളെ അതിലേക്ക് ഉപയോഗപ്പെടുത്തുവാനും കേരളത്തിൻ്റെ ഇതുപോലെ ഞാൻ ഈ കാണിച്ച ഈ എഴുതി വെച്ചിട്ടുള്ള മേഖലകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ മേഖലയിലൊക്കെ ഗവൺമെൻറ് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ടൂറിസം. കേരളത്തിൻ്റെ ഏതൊരു സ്ഥലവും എടുത്തിട്ട് അത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ അവിടെ വരാൻ ആളുണ്ട്. എന്നാൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമാണ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇന്ന് നിലവിലുള്ളത്. ഒരുപാട് വ്യത്യസ്തതകളുള്ള ഭൂപ്രകൃതി കാരണം തന്നെ വളരെ ചുരുങ്ങിയ ദൂരത്തിൽ കേരളത്തിൻ്റെ ഒരുപാട് ടൂറിസം സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഗവൺമെൻറ്റിന് ഒരുപാട് പരിധികൾ, നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ചിലവിനങ്ങൾ വ്യത്യസ്തമായ വേറെ ഒരുപാട് മേഖലകളിലേക്ക് തിരിയുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ മേഖലയിലൊക്കെ പ്രൈവറ്റ് തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇസ്ലാമിക് ഫൈനാൻസിലുള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പറയുവാനുള്ളത്. അതുപോലെ മറ്റ് മേഖലകൾ, അഗ്രികൾച്ചർ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരുപാട് ആളുകൾ പ്രശ്നം പറയുന്നതാണ് അരിക്ക് വില കൂടുതലാണ്, മറ്റ് കൃഷി ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കേരളത്തിൽ കൃഷി ഒരു സമയത്ത് പിന്നോക്കം പോയ സന്ദർഭത്തിൽ എല്ലാവരും അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മാറി നടന്ന അവസ്ഥയാണ്. ഇപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാനസികാവസ്ഥ കേരളീയന് ഇല്ല. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞാലോ, കൃഷിയിലൊക്കെ ഇസ്ലാമിക് ഫൈനാൻസിനെ ശരിക്കും ഉപയോഗപ്പെടുത്താം. താഴേക്കടയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ മുളാറവ രീതിയിൽ ഒരു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പണം കൊടുക്കുകയും കർഷകന് അവൻ്റെ അധ്വാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി നടത്തുകയും പ്രോഫിറ്റ് ആണെങ്കിൽ ഇസ്ലാമിക് ഫൈനാൻസ് സ്ഥാപനവും അദ്ദേഹവും പങ്കുവെക്കുകയും ലോസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനം മാത്രം നഷ്ടപ്പെടുകയും ഇസ്ലാമിക് ഫൈനാൻസ് സ്ഥാപനത്തിന് അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ 2003 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്ന 2003 അന്നൊക്കെ നടന്നിട്ടുള്ളത് പലിശക്കണിയിൽപ്പെട്ടിട്ട് അവർ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുത്ത കടം ഒരു കാറ്റ് വന്ന് വയനാട്ടിലൊക്കെ വായൊക്കെ വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം നശിക്കുകയും അദ്ദേഹത്തിന് എടുത്ത തുക തിരിച്ചു കൊടുക്കുന്നത് പോയിട്ട് അതുപോലും കഴിയുന്നില്ല. അതിൻ്റെ പുറമെ പലിശ
ഉണ്ടാവുകയും അത് വർഷങ്ങളാകും തോറും കൂടിക്കൂടി വരികയും അവസാനം ആത്മഹത്യയിൽ അഭയം തേടിയതുമായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ രംഗത്തൊക്കെ ശരിക്കും ഇസ്ലാമിക് ഫൈനാൻസിനെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സംരംഭങ്ങൾക്ക് കേരളത്തിൽ അതിന് കേരളത്തിലും ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ വ്യവസ്ഥകളിൽ അതിൻ്റെ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തി അതിനെ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഈ ഇസ്ലാമിക് ഫൈനാൻസിനെ ബാക്കി ഏകദേശം എല്ലാ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ മാത്രം അതിലേക്ക് കടന്നു വരാതിരിക്കുന്നത് അബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു.